ജിൻഷ കേൾക്കാമല്ലോ. ഈ കോവിഡ് കാലത്ത് വലിയ വിശാലമായി നിങ്ങളുടെ ലോകം എങ്ങനെയായിരുന്നു അനുഭവം? കേൾക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് മുതൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. പല ബിസിനസ്സുകാർക്കും വളരെ കുറഞ്ഞ ഒരു അവസ്ഥ, അതായത് അവരുടെ ബിസിനസ്സുകൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ പലർക്കും പുതിയ പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഒരു സമയമായിരുന്നു. പക്ഷേ വ്ളോഗേഴ്സിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കൂടിയൊരു സമയമാണ് കോവിഡ് സമയം എന്ന് പറയുന്നത്. ഇപ്പം നോർമലി റീച്ച് എന്ന് പറയുന്നത് 10,000 പേര് ഒരു വീഡിയോ കാണുക എന്നുള്ളതായിരുന്നെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്നത് കോവിഡ് സമയത്ത് 1,00,000 പേരായി ആ വീഡിയോ കാണുന്നത്. അത്രത്തോളം മാറ്റമുണ്ട്. അതായത് ഒരുപാട് പേര് ഓൺലൈനിലുള്ള യൂസ് വളരെയധികം കൂട്ടി. അത് തന്നെ വ്ളോഗേഴ്സിന് വലിയൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 13 അസർബൈജാനൊക്കെ പോകാനിരുന്നതാണ്. അപ്പം ഓരോ 3 മന്ത് കൂടുമ്പോഴുള്ളൊരു കൺട്രി വ്ളോഗ് അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് മാത്രമേ ഉള്ളൂ. ആ ഒരു കഴിഞ്ഞ മാർച്ച് 13 പോകേണ്ടത് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ഈ ഒരു പ്രശ്നം കാരണം. അങ്ങനെ അതാണെങ്കിൽ പോലും കൺട്രി വിസിറ്റുകൾ നമുക്ക് കളയേണ്ടി വന്നെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ തന്നെ വീഡിയോ എങ്ങനെ ചെയ്യാമെന്നാക്കി, അല്ലെങ്കിൽ വയനാട് മൂന്നാറൊക്കെ വീണ്ടും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. ഞാൻ ആരും കണ്ടില്ലാത്ത കുറച്ച് സ്ഥലങ്ങൾ കണ്ടെത്തി ചെയ്യാമെന്ന് വെച്ചു. അപ്പോഴും നമ്മുടെ പഴയ വ്യൂവേഴ്സിനെക്കാട്ടിലും ഒരുപാട് വ്യൂവേഴ്സ് ഇത്തവണ കോവിഡ് സമയത്ത് നമുക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു. ഹലോ ജിൻഷ, ഈ കോവിഡ് കാലത്തിൻ്റെ ഈ കഥകൾ പറയുമ്പോൾ ജിൻഷ ഈ വീഡിയോയൊക്കെ ചെയ്യുന്നു, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാകുന്നു, കൂടുതൽ പേർ ഈ വീഡിയോയൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്, പുതിയ വീഡിയോ ചെയ്യാനായി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. സാധാരണ വ്ളോഗർമാർ ചെയ്യാറുണ്ടോ എന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ജിൻഷ എങ്ങനെ ഒരു വ്ളോഗറായി മാറാം, എങ്ങനെ വീഡിയോ ചെയ്യാം, എങ്ങനെ പണം സമ്പാദിക്കാം ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും, അതുകൂടി വിശദീകരിച്ചൊരു വീഡിയോ ചെയ്യുന്ന കണ്ടു. അതെ, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതാണ് ഒരുപാട് പേര് ഓൺലൈൻ സമയത്ത് എങ്ങനെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് വീട്ടിലിരുന്ന്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മാർഗം തന്നെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു മേഖല പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് കരുതി. അങ്ങനെയാണ് എങ്ങനെ വ്ളോഗർ ആകാം, അല്ലെങ്കിൽ എങ്ങനെ വ്ളോഗിങ്ങിലേക്ക് മാറാം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ വീഡിയോയിൽ A to Z എങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം എന്ന് തുടങ്ങി. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം പറഞ്ഞോളൂ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം, ഒരു തുടക്കക്കാരന് പോലും എങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം എന്ന് തുടങ്ങി വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു. പിന്നീട് കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ചിലർക്ക് പാടാനായിരിക്കും കഴിവുള്ളത്, ചിലർക്ക് കുക്കിംഗ് ചെയ്യാനായിരിക്കും കഴിവുള്ളത്, ചിലർക്ക് യാത്ര ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ജിയോ ഒക്കെ ചെയ്യുന്നത് പോലെ, നമ്മുടെ എംഫോടെക് ജിയോ ഒക്കെ ചെയ്യുന്ന പോലെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ്. അപ്പം നമ്മളുടെ കഴിവിനെ വളരെ ഈസി ആയിട്ട് എങ്ങനെ മറ്റുള്ളവർക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിനോട് പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ യൂട്യൂബിൽ എങ്ങനെ ഒരു ചാനൽ തുടങ്ങും, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ എങ്ങനെ ചാനൽ തുടങ്ങും, എങ്ങനെയാണ് വരുമാനം ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും